ചൂട് കൂടി വരികയാണ്. നമുക്കും അത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അനുഭവപ്പെടുന്നുണ്ടാവുമല്ലോ അല്ലേ? കനത്ത ചൂടിൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശങ്ങൾ വരുന്നുമുണ്ട്. എന്നാൽ ഒരു സുരക്ഷാ സംവിധാനവുമില്ലാതെ ശക്തമായ വെയിലിലും പണിയെടുക്കുന്ന ഒരു വിഭാഗമുണ്ട് നമ്മുടെ നിരത്തുകളിൽ. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ പെട്ടെന്ന് തന്നെ കാണാം. ഒരു തൊപ്പിയുടെ, ചിലപ്പോൾ ഒരു കണ്ണടയുടെ, അത്രയേ ഉള്ളൂ സുരക്ഷ. റിനു ശ്രീധർ കാട്ടിത്തരും അവരെ. കനത്ത ചൂടാണ്. ഇരുചക്ര വാഹനങ്ങളിലോ എന്തിനാ AC കാറുകളിൽ പോലും പൊതുനിരത്തുകളിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ. അപ്പോഴും ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളുമില്ലാതെ പൊതുനിരത്തുകളിൽ പണിയെടുക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർ ആരെന്നല്ലേ പറയാം. ഈ അടുത്ത കാലത്ത് റിപ്പോർട്ടർ ടിവിയിലൂടെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വൈറലായ ഒരു ദൃശ്യമുണ്ട്. കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആ ദൃശ്യം കൂടി ഒന്ന് കാണാം. And it has been always honor for all of us. റിപ്പബ്ലിക് ദിന പരേഡിൽ ഗവർണറുടെ പ്രസംഗത്തിനിടെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് കുഴഞ്ഞു വീഴുന്ന ദൃശ്യമാണിത്. വെയിലത്ത് കുറച്ചു സമയം നിന്നപ്പോഴാണ് അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടത്. എന്നാൽ തോംസൺ ജോസ് ഉൾപ്പെടെ നിരവധി കമ്മീഷണർമാരുടെ കീഴിൽ പണിയെടുക്കുന്നവരാണ് സംസ്ഥാനത്തെ നിരത്തുകൾ നിയന്ത്രിക്കുന്ന ട്രാഫിക് പോലീസുകാർ. ഈ കനത്ത ചൂടിലും ജാഗ്രതയോടെ ഇവർ ജോലിയെടുക്കുന്നുണ്ട്. ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളുമില്ലാതെ. റോഡ് കാണണം, അത് മാറി നിൽക്കുന്ന പരിപാടിയില്ല വെയിലാണെന്നും പറഞ്ഞു. ഈ കൂളിംഗ് ഗ്ലാസും അതുപോലെ ഈ ടവലും മാത്രം മതിയോ ഈ വെയിലിനെ ചെറുക്കാൻ? നമുക്കുള്ള സംവിധാനം വെച്ച് ഇതിലൊക്കെ തന്നെ അങ്ങ് പോകും, അല്ലാതെ വേറെ. വെള്ളം എങ്ങനെ സമയാസമയം വെള്ളം കൊണ്ടുവരും? അല്ല, അത് ട്രാഫിക് സ്റ്റേഷനിൽ നിന്ന് എത്തിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. പിന്നെ ചൂടെന്നും പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റൂലല്ലോ. ട്രാഫിക് പറ്റുന്ന ജോലിയല്ല. അല്ല. വർഷങ്ങളായി ട്രാഫിക് പോലീസുകാർക്ക് വെയിലും മഴയും നേരിടുന്നതിനുള്ള സംവിധാനം ഒരുക്കണമെന്ന ആവശ്യമുയരുന്നുണ്ട്. പക്ഷേ ഒന്നും ഉണ്ടാകുന്നില്ല. കനത്ത ചൂടിൽ ജാഗ്രത വേണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകുമ്പോഴും ഇപ്പോഴും ഗതാഗത നിയന്ത്രണവുമായി നിരത്തുകളിലുള്ള ഉദ്യോഗസ്ഥർക്ക് വെയിലും മഴയും പൊടിയുമെല്ലാമാണ് ശരണം. റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. നമ്മുടെ യാത്ര സുഗമമാക്കാൻ വേണ്ടി വെയിൽ കൊള്ളുന്ന ആ മനുഷ്യരെ കൂടി നമ്മളൊന്ന് കണ്ടു പോകണമല്ലോ.